ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എക്കണോമിക്സിൽ 2023-24 വർഷങ്ങളിൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സുമാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ എക്സാമിനും എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് 5 മാർക്കാണ്. 5 മാർക്ക് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിരിക്കും. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ എന്ന് പറയുന്നത് കോഡെന്ന് പറയുന്നത് 112/2024, അതായത് ഏറ്റവും അവസാനമായിട്ട് നടന്ന ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുത്തൻ സാമ്പത്തിക നയം, ഈ ഒരു ടോപ്പിക്ക് നിങ്ങളൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് എഴുതി വെച്ചിട്ട് നല്ല വൃത്തിക്കൊന്ന് പഠിക്കണം. അതായത് ഈ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് PSCയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് എക്കണോമിക്സിൽ ഇത്തിരി ടഫാക്കാവുന്ന വിധത്തിലും അതേപോലെ ഈസി എന്ന് പറയുന്ന ചോദിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന്. ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗും. അതേപോലെ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത്തിരി ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന 2 കണ്ടൻറ്റുകളെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആരാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോഴുള്ള ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? പങ്കജ് ചൗധരി. നമുക്കിനി കുറച്ച് ആൾക്കാരെ നോക്കിയാലോ. നിർമ്മല സീതാരാമൻ ആരാണ്? നിർമ്മല സീതാരാമൻ നമുക്കറിയാം ധനകാര്യ മന്ത്രിയാണ്. ധനകാര്യമന്ത്രി. രാജ്നാഥ് സിംഗ് ആരായിരുന്നു? രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്. പ്രതിരോധമാണ് രാജ്നാഥ് സിംഗ്. അമിത്ഷാ ആരായിരുന്നു? അമിത്ഷാ എന്ന് പറയുന്നത് ആഭ്യന്തരകാര്യം സഹകരണമാണ്. ആഭ്യന്തരകാര്യം അതേപോലെ തന്നെ സഹകരണമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ജഗത് പ്രകാശ് നഡ്ഡ ആരാണ്? ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. കഴിഞ്ഞ ഗാന്ധി ബോർഡ് LDക്ക് ചോദിച്ചതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണെന്നുള്ളത്. പീയൂഷ് ഗോയൽ ആരാണ്? അത് വാണിജ്യം വ്യവസായമാണ്. വാണിജ്യം വ്യവസായമൊക്കെയാണ് പീയൂഷ് ഗോയൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മന്ത്രിമാരുടെ പേര് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ആ ടോപ്പിക്കും കൂടി വേണം കവർ ചെയ്തിട്ട് പോകാനായിട്ട്. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? പേരാണ് നിഫ്റ്റി. NIFTY നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയാണ്. മുംബൈ. ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകരണവുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയുണ്ട്, അതാണ് ഫെർവാനി കമ്മിറ്റി. അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ്, പുതിയൊരു കറണ്ട് അഫെയർ ആണ്. നോളജ് ഹബ്ബ് നിലവിൽ വന്നത് എവിടെയാണ്? അത് നമ്മുടെ ന്യൂഡൽഹിയിലാണ് നോളജ് ഹബ്ബ് വന്നത്. ന്യൂഡൽഹിയിലാണ് നോളജ് ഹബ്ബ്. അപ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരാൻ കാരണമായൊരു കമ്മിറ്റിയാണ് ഫെർവാനി കമ്മിറ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരാണ് നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോളജ് ഹബ്ബാണ് ഇവിടെ ന്യൂഡൽഹിയിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1991 ഇന്ത്യ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? കണ്ടോ, ഈ 91 പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു നിങ്ങൾക്ക് ഈ വരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാകും ഈ പുത്തൻ സാമ്പത്തിക നയത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ദേശസാൽക്കരണം. 91 ഇന്ത്യൻ ഈ സാമ്പത്തിക നയം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന 3 നയമാണ് LPG എന്ന് പറയുന്നത്. നമ്മുടെ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ല. LPG എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ. ഇത് 3മാണ് LPG എന്ന് പറയുന്നത്. 91 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ മെയിൻ സവിശേഷതകളാണ് LPG, ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഉദാരവൽക്കരണം ഇവിടെയുണ്ട്, സ്വകാര്യവൽക്കരണം ഇവിടെയുണ്ട്, ആഗോളവൽക്കരണം ഇവിടെയുണ്ട്. ഇവിടെ 3ആണ് നമുക്ക് വേണ്ടാത്തത്. സോ നമുക്ക് വേണ്ടതാണ് 1ഉം 2ഉമാണ്. സോ ഓപ്ഷൻ C ആണ്. 1 and 2 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് നോക്കാം. നബാർഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നബാർഡ് എന്ന് പറയുന്നത്. അതേപോലെ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു സെക്ഷനാണ് നബാർഡ്. അതേപോലെ റിസർവ് ബാങ്കും ഒക്കെ.
അപ്പം നബാർഡിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. സ്ഥാപിതമായ വർഷമാണ് 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. ഈ ജൂലൈ 12 പഠിച്ചു വെക്കുക, ചോദിക്കാറുണ്ട്. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് മുംബൈ. നബാർഡ് രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി എന്താണ്? ബി ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടത്. എന്താണ് നബാർഡിൻ്റെ ഫുൾ ഫോം? അതെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നബാർഡിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് നബാർഡിൻ്റെ ഫുൾ ഫോം. അതായത് ഗ്രാമീണ കാർഷിക വികസനത്തിന് വേണ്ടി ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നബാർഡാണ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. ഗ്രാമീണ കാർഷിക വികസനത്തിന് വേണ്ടി സ്ഥാപിതമായതാണ് നബാർഡ്. 1982 ജൂലൈ 12 മുംബൈ ആസ്ഥാനമാക്കി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകൃതമായത്. ഏറ്റവും ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 109/2024 നമ്മുടെ കണ്ണൂർ LD ആണ്. കണ്ണൂർ LD കേട്ടോ. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ എന്നില്ല. പുറം കരാർ എന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സിങ്. അതായത് നമ്മൾ എന്താണ് പുറം കരാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? അതായത് നമുക്ക് എന്താണ് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാധനങ്ങൾ മാത്രമല്ല നമ്മുടെ കഴിവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് എന്താണ്? നിയമോപദേശം വേണം, അതേപോലെ കമ്പ്യൂട്ടർ സേവനം വേണം, പരസ്യം വേണം, സുരക്ഷ വേണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു ഇതിന് ആവശ്യമായിട്ട് വേണ്ട. അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു? പണ്ട് കാലങ്ങളിൽ രാജ്യത്തകത്ത് തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്? ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ പുറം കരാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ആൾക്കാർ നമ്മുടെ ഇന്ത്യക്കാർക്ക് എന്തൊക്കെ കൂടുതൽ ജോലിക്ക് പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇതിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? മെയിനായിട്ട് എന്താണ്? വേതന നിരക്ക്, കുറഞ്ഞ വേതന നിരക്കും അതേപോലെ തന്നെ വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങളും കാരണമാണ് പുറംകരാർ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താനായിട്ട് കാരണമായിട്ട് വരുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് 1 and 2. ഇന്ത്യ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറയാണ് എന്ത്? പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല എന്നറിയപ്പെടുന്ന കാർഷിക രംഗം. ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് ആണോ? ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് നൽകുന്നത് തൃതീയ മേഖലയാണ്, നമ്മുടെ സേവന മേഖലയാണ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിത്തറ അല്ലേ? കാർഷിക രംഗത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പായ വ്യാവസായിക രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂല കാരണം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? കാർഷിക രംഗം. അപ്പോൾ പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ എന്ത് വരും? ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായക സംഘങ്ങൾ വളർത്തുക. നമുക്കിവിടെ ആൻസർ മാത്രം വായിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി വായിച്ചു വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. എന്താണ് സ്വയം പദ്ധതി എന്ന് പറഞ്ഞാൽ? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത. എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ ഇതൊരു പോർട്ടലാണ്, അങ്ങനത്തെ ഒത്തിരി കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നാണ് സ്വയം പദ്ധതി. നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തതാണ് വേണ്ടത്. നമുക്ക് എന്താണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം നീതി ആയോഗ് നിലവിൽ വന്നത് മുതൽ ഇപ്പോഴും ആരാണ്? നരേന്ദ്രമോദിയാണ് ചെയർപേഴ്സൺ, അതായത് പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നുണ്ട്. വിദഗ്ധോപദേശ സമിതിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. സാമ്പത്തിക സഹായമല്ല നൽകുന്നത്, സാമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെയൊക്കെ ഒരു ഉപദേശമാണ് നൽകുന്നത്. സോ ആൻസർ വരുന്നത് ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നോക്കിക്കേ. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുദ്ര പദ്ധതി എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. നൈപുണ്യ വികാസത്തിനും തൊഴിൽ പരിശീലനത്തിനുമായി സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുക. ഏതാണ് നമ്മുടെ മുദ്രാ ലോണിൻ്റെ പ്രത്യേകത? മുദ്രാ ലോൺ എന്ന് പറഞ്ഞാൽ ചെറുകിട സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചെറുകിട സംരംഭകരുടെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുദ്ര പദ്ധതി. മുദ്രയുടെ ഫുൾ ഫോം എന്താണ്? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്.
ഏജൻസി ലിമിറ്റഡ്. ഇതാണ് മുദ്രയുടെ ഫുൾ ഫോം. മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് റീഫിനാൻസിങ് ഏജൻസി ലിമിറ്റഡ് എന്നുള്ളതാണ് മുദ്രയുടെ ഫുൾ ഫോം. എന്നാണ് മുദ്ര നിലവിൽ വന്നത്? 2015 ഏപ്രിൽ 8 മുദ്ര ബാങ്ക് നിലവിൽ വന്നത്. എവിടെ? മുംബൈ ആസ്ഥാനമാക്കിയാണ് നിലവിൽ വന്നത്. ഈ മുദ്രയുടെ മറ്റൊരു അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് 3 മുദ്ര ലോൺ മേളകൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. 1 ശിശു, 1 കിഷോർ, 3 തരുൺ. 3 പദ്ധതികളാണ്. എന്ത്? ശിശു, കിഷോർ, തരുൺ. ശിശു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 50,000 രൂപയിൽ താഴെ ലോൺ കൊടുക്കുന്ന പദ്ധതിയാണ് ശിശു. കിഷോർ എന്ന് പറഞ്ഞാൽ 50,000 മുതൽ എത്ര വരെ? 5 ലക്ഷം വരെ. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ലോൺ കൊടുക്കുന്ന പദ്ധതിയാണ് തരുൺ. ഇത് പറയാൻ കാര്യം, കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് തന്നിരിക്കുന്നതിൽ മുദ്രാ ലോൺ മേളയുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ തന്നിരിക്കുന്നത് ശിശു, അതേപോലെ കിഷോർ, പിന്നെ ഒന്ന് തരുൺ, പിന്നെ ഒന്ന് 4ാമത്തെ വേറൊരെണ്ണം. അപ്പോൾ ഇതെന്താണ് നമ്മൾ പഠിച്ചു വയ്ക്കുക? ശിശു, കിഷോർ, തരുൺ എന്താന്ന്? ശിശു അതായത് ഏറ്റവും കുഞ്ഞാണ്, അപ്പോൾ എന്ത് വേണം? 50,000 രൂപയിൽ താഴെ. കിഷോർ ഇത്തിരി കൂടി വലുതാണ്, അതിനെന്ത് വേണം? 50,000 മുതൽ 5 ലക്ഷം വരെ. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ അത് തരുണാണ്. 2015 ഏപ്രിൽ 8 മുംബൈ ആസ്ഥാനമാക്കിയാണ് മുദ്ര വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 91 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മുടെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടതാണ്. മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി എന്താണ്? അതായത് നമുക്ക് ആ സമയത്ത് എന്താണ് ഭയങ്കര സാമ്പത്തിക മാന്ദ്യം വന്നിട്ട് എന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടിയന്തരമായിട്ട് നടത്തിയ നടപടി എന്ന് പറയുന്നത് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയായിരുന്നു. ഓക്കെ, രൂപയുടെ മൂല്യവർദ്ധനവ്, താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവ്. താരിഫ് നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നികുതികൾ. അതേപോലെ വിദേശ നാണ്യ വിപണിയിലെ മൂല്യനിർണ്ണയം സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുക. അപ്പോൾ എന്താണ് അടിയന്തരമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയായിരുന്നു. അതായത് ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? അതായത് വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് പ്രവഹിക്കാൻ തുടങ്ങും. അതെന്താണ്? ഇന്ത്യക്കൊന്ന് സെറ്റ് ആവാനുള്ളൊരു അല്ലേ, നമ്മൾ സാമ്പത്തിക മാന്ദ്യത്തിൽ വരുമ്പോൾ വിദേശ നാണ്യം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഇത്തിരി കൂടി മെച്ചപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ എന്തൊക്കെയായിരുന്നു ചെയ്തത്? കയറ്റുമതി ചുങ്കമൊക്കെ പൂർണ്ണമായും നിർത്തലാക്കി വെച്ചു, ഇല്ലാണ്ടാക്കി. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും കയറ്റുമതി. അതേപോലെ തന്നെ നികുതികൾ, ഭയങ്കരമായിട്ട് നികുതി പരിഷ്കാരങ്ങൾ, നികുതിയൊക്കെ കുറച്ച് കൊണ്ടുവന്നു. അതേപോലെ ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന സ്ഥാനത്ത് നിന്നും സഹായകൻ എന്ന സ്ഥാനത്തിലേക്ക് റിസർവ് ബാങ്കിൻ്റെ ചുമതലകളെ മാറ്റുന്നത് ഈ ഒരു ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ് ശരിയാണ്. വരുമാനം വർദ്ധിക്കും, സ്വാഭാവികമാണ്. തൊഴിൽ വർദ്ധിക്കും അല്ലേ. ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമുക്കറിയാം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ അല്ലേ. അതായത് നമ്മുടെ കാർഷികപരമായിട്ട് നമ്മൾ ദാരിദ്ര്യം ഭയങ്കര ശക്തമായി കൊണ്ടുവന്ന സമയത്താണ് ഹരിത വിപ്ലവം കൊണ്ടുവന്ന് എന്ത് ചെയ്ത് ഗോതമ്പ് ഒത്തിരിയായിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? കൃഷി കൂടുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? തൊഴിൽ വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉൽപ്പാദനം കൂടുന്നുണ്ട്, വരുമാനം കൂടുന്നുണ്ട്. ഗ്രാമീണ സമത്വം ഇതാണ് ശരിയല്ലാത്തത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ. ഇത് നമ്മുടെ 123/2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ്? മാർച്ച് 15, 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപവൽക്കരിച്ചത്. പ്ലാനിംഗ് കമ്മീഷന് ശുപാർശ പ്രകാരമാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ അത് പിന്നീട് നിർത്തലാക്കിയാണ് എന്ത് കൊണ്ടുവന്നത്? പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കിയാണ് നീതി ആയോഗ് കൊണ്ടുവന്നത്. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ സംഘടനയാണ് എന്താ? ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബജറ്റ് 2023-24 നമ്മുടെ എക്കണോമിക്സിൻ്റെ ഒരു സെക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക്സിൽ റിസർവ് ബാങ്ക്, അതേപോലെ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാത്രം PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റിസർവ് ബാങ്ക്, അതേപോലെ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ. നിങ്ങളൊന്ന് പഠിച്ചിട്ട് ആ ടോപ്പിക്കൊന്ന് പഠിച്ചിട്ടൊന്ന് കെയർ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു? കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. 1955 കാർവേ കമ്മിറ്റി. അതായത് ഗ്രാമീണ വികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യതയാണ് ആ കാർവേ കമ്മിറ്റി പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചെറുകിട വ്യവസായവുമായി. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? നീലവിപ്ലവമാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടതാണ് നീലവിപ്ലവം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 97/2023. ഹരിത വിപ്ലവം സാങ്കേതിക വിദ്യ എന്നത് HYV വിത്തുകൾ, വളം, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജാണ്. ഇവിടെ നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ആണോ? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണോ MS സ്വാമിനാഥൻ? അദ്ദേഹം എന്താണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ്. നോർമാൻ ബോർലോഗ്. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? ഏതാണ് ശരി എന്നാണ് നമുക്ക് വേണ്ടത്. ഏതാണ് ശരി? അപ്പം നമുക്ക് മനസ്സിലായി 4 തെറ്റാണെന്നറിയാം അല്ലേ ഹരിത വിപ്ലവത്തിൻ്റെ. ബാക്കിയൊന്നും എന്താണ് നമുക്ക് കേൾക്കാത്ത കാര്യങ്ങളാണ്. HYV നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് വെക്കാറ്. ഹരിത വിപ്ലവത്തിൻ്റെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ബോർലോഗ്, ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 നമുക്ക് ഇവിടെ എന്താണ് തെറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്യാം. നോക്കിക്കേ, ഈ HYV വിത്തുകൾ എന്താണെന്നോ അതേപോലെ IAP എന്താണെന്നോ കാർഷിക വില കമ്മീഷൻ എന്താണെന്നോ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ എ ആണ് ആൻസർ എന്നുള്ളത്. എന്താണ് IAP എന്ന് പറഞ്ഞാൽ? ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം എന്ന് പറയും. അതായത് പെട്ടെന്ന് ദ്രുതഗതിയിൽ പെട്ടെന്നുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. മെക്സിക്കോ. അതേപോലെ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം, അത് PC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്ന സ്ഥലമാണെന്ത്? ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവം മെയിനായിട്ട് 2 ഘട്ടങ്ങളായിട്ടാണ്. ഒന്നാം ഘട്ടമാണ് 1960 പകുതി മുതൽ, അതേപോലെ 1970 പകുതി വരെയാണ് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 1970 പകുതി മുതൽ എന്ത് വരും? 1980 പകുതി വരെയാണ് രണ്ടാം ഘട്ടം. ഏറ്റവും കൂടുതൽ വിളയുണ്ടാക്കിയ ധാന്യം ഏതായിരുന്നു? നമ്മുടെ ഗോതമ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ, ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി? ശരിയുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പം നോക്കിക്കേ, പാല്, പഴങ്ങൾ, പച്ചക്കറി എന്നിവയുടെ GST എത്രയാണ്? 5% ആണെന്ന് പറഞ്ഞു. 5% ആണ്. 5% ആണോ? 5% അല്ല. എത്രയായിരുന്നു? അതായത് നമ്മുടെ സംസ്കരിക്കപ്പെടാത്ത ഭക്ഷ്യവസ്തുക്കൾ എല്ലാത്തിനും എന്ത് ചെയ്തു? 0% ആണ് GST. അതായത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, സംസ്കരിക്കപ്പെടാത്ത ഭക്ഷ്യവസ്തുക്കൾ, ഇവയെല്ലാത്തിൻ്റെയും 0% ആണ്. അപ്പം നമുക്ക് കിട്ടി 1 തെറ്റാണെന്ന് കിട്ടി. നേരെ ഓപ്ഷനിലേക്ക് പോകുക. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ വായിക്കാം. 1 ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് 1 തെറ്റാണെന്ന് മനസ്സിലായി. 1 അങ്ങ് കട്ട് ചെയ്യുക. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി. 2, 3, 4 എന്നിവയാണ് ശരി എന്ന് പറയുന്നത്. 2017 ജൂലൈ 1 GST അല്ലേ? ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള നികുതിയാണ് എന്തെന്ന് പറയുന്നത്? GST എന്ന് പറയുന്നത്. കാസ്കേഡിംഗ് ഇൻഫെക്റ്റും പരോക്ഷ നികുതിയിലെ ഗുണിതത്തിലും കുറവ് മറികടന്നു. ഇതൊന്നും നമുക്ക് അറിയണമെന്ന് പോലും ഇല്ല എന്താണെന്നുള്ളത്. കാര്യം അവർ ഒത്തിരി ടഫാണ്. നമ്മുടെ കുറേയൊക്കെ നമ്മുടെ മെൻ്റൽ, നമ്മുടെ ലോജിക്കും കൂടിയാണ് PSC പരീക്ഷ. നമ്മളിതെല്ലാം പഠിച്ചു വെച്ചിട്ട് നമ്മളെങ്ങനെ അത് നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് നമ്മളതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് PSC വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഇതങ്ങ് വായിക്കും. GST ഞാൻ പഠിച്ചിട്ടില്ല, ഇതിപ്പോൾ ഇത്രയൊക്കെ, ഇതെന്താ കാസ്കേഡിങ് ഇഫക്റ്റ് എന്താന്ന് പോലും എനിക്കറിയില്ല. സോ ഞാനത് വായിക്കുന്നില്ല എന്നല്ല, ജസ്റ്റ് നമ്മൾ GST എന്താണെന്ന് ബേസിക്കായിട്ട് നമ്മൾ പഠിച്ച ഒരാൾക്ക് പോലും ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. GST പിന്നെ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ആണ്. നമുക്കറിയാം GSTക്ക് ആർട്ടിക്കിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കറിയാം 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത് 2016. അപ്പോൾ എന്താണ്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. അതെന്താണോ, ശരിയാണോ തെറ്റാണോ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് തന്നെ നിങ്ങൾ പോകാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഹരോ ഡോമർ മോഡൽ എന്ന് പറയുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. ശരിയായ പ്രസ്താവനയാണ്. അത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. അതിൻ്റെ നമുക്കറിയാണ്ട ഒരു മലയാളിയുടെ പേരുണ്ട്, KN രാജ്. KN രാജ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തിയാണ്. ആമുഖം, അതൊരു മലയാളിയാണ്. അതുകൊണ്ട് KN രാജിൻ്റെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യാവസായിക പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത്. ദ്രുതവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച 12ാം പദ്ധതി. 12ാം പദ്ധതി എന്നറിയപ്പെടുന്നത് ശരിക്കും നമുക്കിതിൻ്റെ ഡീപ്പായിട്ട് 12ാം പദ്ധതി പോകുമ്പോഴേക്കും ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ശരിയായ ചേരുമ്പടി ചേർക്കാൻ ചോദിക്കുമ്പോൾ DP ധർ മോഡൽ 5ാം പഞ്ചവത്സര പദ്ധതിയാണെന്നറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇത് ശരിക്കും 11ാം പദ്ധതിയാണ്. 11ാം പദ്ധതിയാണ് ശരിക്കും ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള. പക്ഷേ 12ൻ്റെ ഇത്ര ഡീപ്പായിട്ട് നമ്മളത് വായിച്ച് വന്നാൽ 12ലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ അത് ഇവിടെ ആൻസർ PSC തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. 4, 1, 2 ശരിയായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കറിയാം 2 ശരിയാണ്, 3 ശരി അല്ല 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. പിന്നെ നമുക്ക് ഡൗട്ട് വരുന്നത് ഈ 3 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സോ അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഓപ്ഷൻ ഡി നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിക്കേ, സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏതാണ് തെറ്റ്? BOP പ്രതിസന്ധി മറികടക്കാൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതാണ് BOP എന്ന് പറയുന്നത്. 1991 വിദേശത്തിനെതിരായ ഇന്ത്യൻ കറൻസി വിലമതിക്കപ്പെട്ടു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, വ്യാവസായിക മേഖലയുടെ വിലമതിക്കപ്പെടുകയാണോ ചെയ്തത്? അത് ശരിക്കും എന്താണ്, ഇന്ത്യൻ കറൻസിയുടെ വില കുറയ്ക്കുകയാണ് ചെയ്തത്. വില കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ മൂല്യം കുറച്ച് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് മറ്റ് രാജ്യങ്ങളുടെ കറൻസികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. സോ ഇതെന്താണ്, തെറ്റാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്, ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമാണ്. ഇതും എന്താണ്, തെറ്റായ പ്രസ്താവനയാണ്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി. വ്യാവസായിക മേഖലയുടെ നിയന്ത്രണം എടുത്തു കളയുന്നതിന് മുമ്പ് 17 വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് കീഴിൽ സംവരണം ചെയ്തിരുന്നു. ഇതാണ് ഇവിടെ PSC നമുക്ക് ആൻസർ തന്നിരുന്നത്. ഓപ്ഷൻ സി 1ഉം 3ഉം തെറ്റെന്നായിരുന്നു. നെക്സ്റ്റ് നോക്കാം, ലോകബാങ്ക്, അജയ് ബംഗ. ലോകബാങ്കിൻ്റെ ആരാണ്? ലോകബാങ്ക് എന്ന് പറയുന്ന അജയ് ബംഗയാണെന്ന് നമുക്കറിയാം. ഇനി ഇത് ശരിക്കും ഇത് മാത്രമാണ് നമ്മൾ ഒരു ബേസിക് PSCയുടെ ഒരു ബേസ് ഉള്ള ഒരാൾക്ക് അറിയാവുന്നൊരു കാര്യം ഇതായിരിക്കും. സോ നമുക്ക് ഇവിടെ എന്താണ്, ശരിയായ ചേരുംപടിയാണ്. അപ്പോൾ എന്താണ്, ഇതുമല്ല എന്ന് നമുക്കറിയാം. ഇനി ഒന്നാണോ, ഇനി ഇവയെല്ലാം ശരിയാണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇനി വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇയാളാണ്, അൽമാൻഡോസ് ആണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് R. ദിനേശ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ എന്താണ്, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ചെയർമാൻ്റെ പേര് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ലോകബാങ്ക് അജയ് ബംഗ, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അൽമാൻഡോസ്, അതേപോലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് R. ദിനേശ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 076/23. എന്താണെന്ന് നോക്കിക്കേ, ഇന്ത്യയിൽ അടുത്തിടെ നടന്ന പൊതുമേഖലാ ബാങ്ക് ലയനങ്ങളുടെ കാര്യത്തിൽ ഏതാണ് ശരി? അപ്പം നമുക്ക് ആദ്യം ഒന്ന് ബാങ്ക് ലയനം ഒന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. നമുക്കറിയാം 2019 ഒരു ബാങ്ക് ലയനം നടന്നിട്ടുണ്ട്. ഏതൊക്കെ ബാങ്കാണ്? വിജയ ബാങ്കും അതേപോലെ ദേന ബാങ്കും എന്തിൽ കൂടിച്ചേർന്നു? ബാങ്ക് ഓഫ് ബറോഡയിൽ കൂടിച്ചേർന്നു. വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ കൂടിച്ചേർന്നത് എന്നാണ്? 2019. വിജയും ദേനയും ബോബ് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, ഇനി എന്താണ് ബാങ്ക് ഓഫ് ബറോഡ? ഇനിയാണ് 2020 ഒത്തിരി ബാങ്കുകളെ ലയിപ്പിക്കുന്ന, അതായത് മെഗാ ലയനം നടന്ന സമയമാണ് 2020 എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഓറിയൻ്റൽ ബാങ്കും അതേപോലെ തന്നെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും എന്തിൽ കൂടിച്ചേർന്നു? നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കൂടിച്ചേർന്നു. ഓറിയൻ്റൽ ബാങ്കും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കൂടിച്ചേർന്നു. ഇനി സിൻഡിക്കേറ്റ് ബാങ്ക് എന്തിൽ ചേർന്നു? സിൻഡിക്കേറ്റ് ബാങ്ക് എന്ന് പറയുന്നത് കാനറ ബാങ്കിൽ കൂടിച്ചേർന്നു. കാനറ ബാങ്കിൽ കൂടിച്ചേർന്നു. ഇനിയുള്ളതാണ് ആന്ധ്ര ബാങ്കും അതേപോലെ തന്നെ കോർപ്പറേഷൻ ബാങ്കും എന്തിൽ കൂടിച്ചേർന്നു? യൂണിയൻ ബാങ്കിൽ കൂടിച്ചേർന്നു, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. ഇനി അലഹബാദ് ബാങ്ക് എന്തിൽ കൂടിച്ചേർന്നു? ഇന്ത്യൻ ബാങ്കിൽ കൂടിച്ചേർന്നു. അലഹബാദ് ബാങ്ക് അലി എന്ന് ഓർത്താൽ മതി. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ കൂടിച്ചേർന്നു. ഇനി അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയേണ്ടത്? വിജയ ബാങ്കും ദേന ബാങ്കും 2019 ബാങ്ക് ഓഫ് ബറോഡയിൽ ചേർന്നു. ഓറിയൻ്റൽ ബാങ്കും അതേപോലെ യുണൈറ്റഡ് ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കൂടിച്ചേർന്നു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറയിലും, ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ കൂടിച്ചേർന്നു. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ കൂടിച്ചേർന്നു. ഇതാണ് നമ്മുടെ മെഗാലയനം എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കൂടിച്ചേർന്നു. ശരിയാണ്, ഓറിയൻ്റൽ ബാങ്കുമാണ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്, പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. വിജയ ബാങ്കും ഭാരതീയ മഹിളാ ബാങ്ക് ആണോ? അല്ല, വിജയ ബാങ്കും ദേന ബാങ്കുമാണ് 2019 ബാങ്ക് ഓഫ് ബറോഡയിൽ കൂടിച്ചേർന്നത്. സോ ഇതെന്താണ്? തെറ്റാണ്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും എന്തിൽ കൂടിച്ചേർന്നു? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നു. സോ ഇത് ശരിയാണ്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കാനറ ബാങ്കിനൊപ്പം സിൻഡിക്കേറ്റ് ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അലഹബാദ് ബാങ്കും കൂടിച്ചേർന്നു. എന്താണ്? ആണോ? കാനറ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്കിനൊപ്പവും അലഹബാദ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ടാണ് കൂടിച്ചേർന്നത്, ഇന്ത്യൻ ബാങ്കുമായിട്ടാണ്. അപ്പോൾ എന്താണ്? ഇത് ഇങ്ങനെയാണ് സെപ്പറേറ്റ്. ഇവയെല്ലാം കൂടി ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ടല്ല, ഇതുമായിട്ടല്ല ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതെന്താണ്? ഇതും തെറ്റാണ്.
സോ നമുക്ക് വേണ്ടത് എന്താണ്? 1ഉം 2ഉം ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ 1ഉം 3ഉമാണ് ഇവിടെ ശരിയായി വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് ലയനം പഠിക്കണമെന്ന് മനസ്സിലായില്ലേ? ബാങ്ക് ലയനം ഏതൊക്കെ ബാങ്കുകൾ എവിടേക്കാണ് ചേർന്നതെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നോക്കാം. 29/12/2022 മുതൽ GST റെഗുലേഷൻ ആക്ട് അനുസരിച്ച് കേരളത്തിൽ താഴെ പറയുന്ന വിഭാഗങ്ങൾക്ക് കീഴിലുള്ള GST ഭരണത്തിൽ കീഴിൽ രജിസ്റ്റർ എടുക്കേണ്ടതില്ല. അതായത് ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ചരക്കുകളുടെയും കൂടാതെ അല്ലെങ്കിൽ സേവനങ്ങളുടെയും അന്തർ സംസ്ഥാനം വിതരണം നടത്തുന്ന ആർക്കും എന്ത് ചെയ്യേണ്ട? രജിസ്ട്രേഷൻ എടുക്കേണ്ട എന്ന് അവർ പറഞ്ഞിരിക്കുന്നതാണോ? നമുക്കറിയാം ഇൻ്റഗ്രേറ്റഡ് GST 2 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള GSTകളാണ് അല്ലേ, അന്തർ സംസ്ഥാനമാണ്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ? രജിസ്ട്രേഷൻ എടുക്കേണ്ടതില്ല. ഇവിടെ നമുക്ക് 1 തെറ്റാണെന്ന് കിട്ടി. നമുക്ക് ആർക്കൊക്കെയാണ് പറഞ്ഞത്? 1 തെറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം, അതേപോലെ ഇതും കട്ട് ചെയ്യാം. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഇനി എന്താ നോക്കിക്കേ, നെക്സ്റ്റ് വരുന്നത്, ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കവിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്ത് വേണ്ട? രജിസ്ട്രേഷൻ വേണ്ട. ഇത് ശരിയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രം വിതരണം ചെയ്യുന്ന കർഷകന് എന്ത് വേണ്ട? രജിസ്ട്രേഷൻ വേണ്ട അല്ലേ? നമുക്കറിയാം, അതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചു. ഓൺലൈൻ വിതരണക്കാർ അവർക്ക് എന്ത് വേണം? രജിസ്ട്രേഷൻ വേണം. സോ എന്താണ് ആൻസർ വരുന്നത്? 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, വിവിധ സാമ്പത്തിക സർവേകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിൻ്റെ ആസൂത്രിത വളർച്ചാ നിരക്കിനേക്കാൾ കുറവായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആദ്യ പദ്ധതിയും 8ാം പദ്ധതിയും ആണോ? ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടുത്തെ ആൻസർ വരുന്നത് 3ാം പദ്ധതിയും 4ാം പദ്ധതിയും അതേപോലെ തന്നെ 9ാം പദ്ധതിയും 10ാം പദ്ധതിയുമാണ്. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 3ാം പദ്ധതി 4ാം പദ്ധതി നമുക്ക് നോക്കാം. 3ാം പദ്ധതി, തേർഡ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ച വരുമാനം എന്ന് പറയുന്നത് വളർച്ച എന്ന് പറയുന്നത് 5.6%, പക്ഷേ നമുക്ക് ലഭിച്ചത് എത്രയാണ്? 2.8% ലഭിച്ചത്. അപ്പോൾ എന്താണ് ഇവിടെ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും കുറവ് കിട്ടിയത്. ബാക്കി എല്ലാത്തിലും എന്തായിരുന്നു? ഈ ഒരു 4 നല്ല കുറവ് വന്നത്. ബാക്കി എല്ലാത്തിനും എന്താണ്? ഒരു ചെറിയ വേരിയേഷനിലെങ്കിലും നമുക്ക് എന്താണ്? നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളർച്ചാ നിരക്ക് കൂടിയിട്ടേ ഉള്ളൂ. 3 പറഞ്ഞു. ഇനി എന്താണ് 4ാമത്തെ എന്ന് പറയുന്നത്? 5.7% പ്രതീക്ഷിച്ചത്, പക്ഷേ എത്ര കിട്ടി? 3.3 കിട്ടിയുള്ളൂ. ഇനി 9ാം പദ്ധതി എന്ന് പറയുന്നത് 6.5% വളർച്ച പ്രതീക്ഷിച്ചു, പക്ഷേ എന്തേ കിട്ടിയുള്ളൂ? 5.4% വളർച്ച കിട്ടിയുള്ളൂ. 10ാം പദ്ധതി എന്ന് പറയുന്നത് 8% വളർച്ച പ്രതീക്ഷിച്ചു, പക്ഷേ എന്താണ്? 7.6%. പക്ഷേ എന്താണ് ഇവിടെ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്? ഇതിനാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ 8 പ്രതീക്ഷിച്ചു, 7.6 എത്തിയുള്ളൂ വളർച്ചാ നിരക്ക്. അപ്പോൾ ഏതൊക്കെയാണ്? 3ാം പദ്ധതി, 4ാം പദ്ധതി, 9ാം പദ്ധതി, 10ാം പദ്ധതി. 3ഉം 4ഉം അടുപ്പിച്ചടുപ്പിച്ചുള്ളതാണ്. 9ഉം 10ഉം ഈ പദ്ധതികൾക്കാണ് എന്താണ്? ദേശീയ വരുമാനത്തിൻ്റെ ആസൂത്രിത വളർച്ചാ നിരക്കിനേക്കാൾ കുറവായിട്ട് വന്നത്. ഓക്കെ, ഇതാണ് ഇതെന്ന് പറയുന്നത്. കണ്ട 1ാം പദ്ധതി കണ്ട 2.1 പ്രതീക്ഷിച്ചത്, പക്ഷേ എന്ത് ചെയ്തു? 3.6 കിട്ടി. 2ാം പദ്ധതി എന്താണ്? 2ാം പദ്ധതി 4.5, 4.3. കണ്ട ഇതിനും കുറവാണ്, പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ അത് ഓപ്ഷനായിട്ട് വരില്ല. 3 എന്ന് പറയുന്നത് എന്താണ്? 3നായിരുന്നു നല്ല കുറവ് വന്നത് അല്ലേ? 3, അതേപോലെ 4, പിന്നെ ഏതാണ്? പിന്നെ പറഞ്ഞത് 9, പിന്നെ പറഞ്ഞത് 10. കണ്ട 11-നൊക്കെ കുറവുണ്ട്, പക്ഷെ നമ്മുടെ ഓപ്ഷൻ നമുക്ക് കമ്പയർ ചെയ്ത് വരുമ്പോഴേക്കും ഏതിനൊക്കെയാണ് കുറവെന്നുള്ളത് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. നീതി ആയോഗം പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതാണ് ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്? കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല, വിട്ടുകളയും. ആസൂത്രണ കമ്മീഷൻ വളരെ ശക്തമായിരുന്നു. അതിൻ്റെ തകർച്ചയോടെ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചു. ശരിയാണ്, അത്ര ശരിയാണല്ലോ. അതേസമയം നീതി ആയോഗ് പ്രാഥമികമായി ഒരു ഉപദേശക സ്ഥാപനവും ചിന്താനന്ദിയുമാണ്. ചിന്താനന്ദി എന്ന് പറയുന്നത് എന്താണ്? തിങ്ക് ടാങ്ക് പോളിസി. അത് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തൊരു പദ്ധതിയാണ് തിങ്ക് ടാങ്ക്. അതായത് നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് തിങ്ക് ടാങ്ക് പോളിസി നീതി ആയോഗുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതും നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണെന്നുള്ളതും. സോ ഇവിടെ എന്ത് കിട്ടി? ഇത് ശരിയാണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയല്ലാത്തത്. സോ നമുക്ക് 1 ശരിയാണെന്ന് കിട്ടി. അപ്പോൾ 1 എല്ലാം കട്ട് ചെയ്യാം. ഇതല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 2 and 3 ആണ്. ബാക്കി ഒന്നും വായിച്ചില്ലെങ്കിലും സാരമില്ല, നമുക്ക് മനസ്സിലായി. 2ഉം 3ഉം മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 4 ശരിയാണെന്നും കൂടി നമുക്ക് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ആസൂത്രണ കമ്മീഷൻ 1200ഓളം സ്ഥാപനങ്ങൾ നൽകി വലുതാക്കിയപ്പോൾ നീതി ആയോഗ് എന്ത് ചെയ്ത് 500 സ്ഥാപനങ്ങളായിട്ട് കുറച്ചിട്ടുണ്ട്. ബാക്കി 2ഉം എന്താണ്? തെറ്റാണെന്നും കൂടി കിട്ടി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം.
താഴെ പറയുന്നവയിൽ ഏതാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം? ഏതായിരിക്കും? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം, കാർഷിക മാർഗങ്ങളിൽ നിന്നുള്ള വരുമാനം, സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ, ലോട്ടറികൾ നേടിയ വരുമാനം. ഒബ്വിയസ്ലി നമുക്കറിയാം കാർഷിക മാർഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനായിരിക്കും എന്ത് ചെയ്യുന്നത്? ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കിക്കേ. താഴെ പറയുന്ന സ്കീമുകളും ഉദ്ദേശവും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊജക്റ്റ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ് എന്താണ്? പഠിച്ചു വെച്ചോ. വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ പ്രയോജനപ്പെടുന്നതിന് സൃഷ്ടിച്ചൊരു സംയോജിത പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്? പ്രൊജക്റ്റ് ഇൻസൈറ്റ്. വിവാദ് സേ വിശ്വാസ് സ്കീം എന്ന് പറയുന്നത് കുടിശ്ശിക തർക്കങ്ങൾ തീർക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. വിവാദ് സേ വിശ്വാസ് സ്കീം എന്ന് പറയുന്നത്. സമാധാൻ എന്ന് പറയുന്നത് നികുതിദായകർ അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സമർപ്പിത ഇമെയിൽ ID. ശരിക്കും ഇത് മലയാളീകരിച്ച് വന്നപ്പോഴുള്ള മിസ്റ്റേക്കാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുമേ. മുഖം നോക്കാതെയുള്ള വിലയിരുത്തൽ പദ്ധതി, ഫേസ്ലെസ് അസസ്മെൻറ്റ് സ്കീം, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നികുതിദായകരും വകുപ്പും തമ്മിലുള്ള ഭൗതിക ഇടപെടൽ കുറക്കുന്നതിനാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 D, അതേപോലെ 2 C ആണ്, 3 B ആണ്, 4 A ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6ാം പഞ്ചവത്സര പദ്ധതിയിൽ താഴെ പറയുന്ന ഒരു പരിപാടി അഥവാ സംരംഭങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. ഏതാണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പം നമുക്ക് എന്തറിയണം? ഇതെന്നാണ് ഈ 6ാം പഞ്ചവത്സര പദ്ധതി വന്നത്? അതായത് 1980-85 കാലഘട്ടങ്ങളിലാണ് എന്ത് വന്നത്? നമ്മുടെ 6ാം പഞ്ചവത്സര പദ്ധതി വന്നത്. തുടങ്ങിയ സമയം ഇപ്പോൾ ഇന്ദിരാഗാന്ധിയും ഈ പഞ്ചവത്സര പദ്ധതി അവസാനിച്ചപ്പോൾ ആരായിരുന്നു മന്ത്രി? രാജീവ് ഗാന്ധിയുമായിരുന്നു മന്ത്രിയായിട്ട് വന്നത്. ഇനി ബാങ്ക് ദേശസാൽക്കരണം നടന്ന ഈ സമയത്താണ്. 2ാം ബാങ്ക് ദേശസാൽക്കരണം എന്നായിരുന്നു? 1980 ഏപ്രിൽ 5-നാണ്. സോ അത് ഈ 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. ഇനി നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നബാർഡ് നമുക്കറിയാം 1982 ജൂലൈ 12 നിലവിൽ വന്നാണ് നബാർഡ്. സോ ഇത് അതിലാണ് വരുന്നത്. മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ വന്നതാണ്. 5th പഞ്ചവത്സര പദ്ധതി. സോ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. സംയോജിത ഗ്രാമീണ വികസന പരിപാടി എന്ന് പറയും. അതായത് IRDP, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, 1980 ഒക്ടോബർ 2 നമ്മുടെ ഗാന്ധി ജയന്തിയുടെ അന്ന് നിലവിൽ വന്ന പരിപാടിയാണ് സംയോജിത ഗ്രാമീണ വികസന പരിപാടി. ഓക്കെ. ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം വന്ന 1980-ലാണ്. അപ്പോൾ ഏത് വർഷമാണ്? മിനിമം നീഡ്സ് പ്രോഗ്രാമാണ് 6ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇല്ലാത്തതായിട്ട് വരുന്നത്. അത് ഏത് പദ്ധതിയാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക് വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. കൂടുതൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു പുതിയ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ടത്. അതായത് നമുക്ക് എന്തായിരുന്നു? ഭയങ്കര സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് നമ്മുടെ IMF-ഉമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കടം ചോദിച്ച് ചെല്ലുമ്പോഴാണ് അവരെന്ത് പറയുന്നത്? കുറേ മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ തന്നെ കുറേ ചേഞ്ചസ് വരുത്തണമെന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരുന്നത്. 91-ൽ ആരായിരുന്നു? ആ സമയത്തെ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗും ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആണ്. ഓക്കെ. പിന്നെ അതാണ് LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ്? വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് പങ്ക് കൂടുതൽ കൊടുത്തു. അപ്പോഴല്ലേ നമുക്ക് വിദേശ നാണ്യമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുള്ളൂ. വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന തുറന്ന സമ്പദ് വ്യവസ്ഥ. നേരത്തെ എന്തായിരുന്നു? ശരിക്കും അതിന് മുന്നേ വരെ നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിരുന്നു. കാര്യം കൂടുതൽ മറ്റുള്ളവരെയൊന്നും എന്ത് ചെയ്യുന്നില്ല, അവർ നമ്മളധികം അങ്ങ് അടുപ്പിക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? തുറന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുക. കൂടുതൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ അടിസ്ഥാനമാക്കി മത്സരം വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കൂടുതലായിട്ട് എന്ത് ചെയ്യും? നല്ല പ്രോഡക്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർ നിർബന്ധിതരാകും. അപ്പോൾ എന്ത് ചെയ്തു? മത്സരം വർദ്ധിപ്പിക്കുക. സോ ആൻസർ വരുന്ന 1, 2, 3 എന്നിവ ശരിയാണ്. 2021 സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതത് സംസ്ഥാനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഇവിടെ ആൻസർ തെറ്റ് ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ജോഡികളിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ D 17 ഓപ്ഷൻ സി. ഇതാണ് അരി പഞ്ചാബ്. ഇതാണ് നമുക്കിവിടെ തെറ്റായിട്ട് വരുന്നത്. ഇത് 2021 കണക്ക് പ്രകാരമാണ്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയൊരു കണക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുക. നോക്കിക്കേ, റൈസ് ഇത് നമ്മുടെ 2023-24 സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടാണ്. അതായത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്?
തെലങ്കാന, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ. ഇതാണ് ആ ഓർഡർ എന്ന് പറയുന്നത്. തെലങ്കാന, UP, വെസ്റ്റ് ബംഗാൾ. ഇനി വീറ്റ് ആണെങ്കിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. അതേപോലെ തന്നെ നമുക്ക് ചോദിക്കുന്നത് ഈ 2 സാധനങ്ങളാണ് മിക്കപ്പോഴും ചോദിക്കാറുള്ളത്. പിന്നെ ചോദിക്കുന്നവരെന്ന് പറഞ്ഞാൽ കരിമ്പായിരിക്കും. കരിമ്പ് നോക്കിക്കേ, കരിമ്പെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് UP ആണ്, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് കർണാടക. പിന്നെ ചോദിച്ചു കണ്ടിരിക്കുന്നത് കോട്ടൺ ആണ്. കോട്ടൺ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഗുജറാത്ത്, അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര, പിന്നെ തെലങ്കാന. പിന്നെ ചോദിച്ചിരിക്കുന്നത് ജൂട്ടാണ്. ജൂട്ട് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. നമുക്ക് എപ്പോഴും അറിയാം, ജൂട്ട് എപ്പോഴും വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. നോക്കിക്കേ, വലിയൊരു ചേഞ്ചാണ്. 2ാം സ്ഥാനം 3ാം സ്ഥാനം ഒക്കെ ആയിട്ടുള്ള ചേഞ്ച് നോക്കിക്കേ. പിന്നെ ഉള്ളത് ബീഹാർ, ആസാമാണ്. ഇത് തന്നെ നമ്മളോട് PSC ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓർഡറാക്കി എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയുക, അരി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ആദ്യം തെലങ്കാന, പിന്നെ UP, പിന്നെ വെസ്റ്റ് ബംഗാൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്താണ് ആൻസർ ഇവിടെ തെറ്റായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ ഇതായിരുന്നു. അതിപ്പോൾ എന്തായാലും പഠിക്കേണ്ട, നിങ്ങൾ ആ ഒരു ബോക്സിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, GST കൗൺസിൽ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2022 നവംബറിലെ GST വരുമാന ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സംസ്ഥാനങ്ങളെ 1, 2, 3, 4, 5 എന്നീ സ്ഥാനങ്ങളിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഇതായിരുന്നു: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഇതിൻ്റെയും പുതിയ വിവരം വന്നിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം അതും പോകാനായിട്ട്. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് 2024 വന്നപ്പോഴേക്കും അതിൽ ചിലപ്പോൾ 23 കണക്ക് വെച്ചിട്ടായിരിക്കാം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാനായിട്ട് രൂപീകരിച്ച സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? സിഡ്കോ എന്നാണ്. 1975 നവംബറിലാണ് സിഡ്കോ വന്നത്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് എന്ത് പറയുന്നത്? സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യീകരിക്കുക, വിദ്യാലയങ്ങളിൽ ലിംഗസമത്വം കുറയ്ക്കുക, ഇവയെല്ലാമായിരുന്നു 12. സുസ്ഥിര വികസനമായിരുന്നു 12ാം പഞ്ചവത്സരം. എല്ലാ തരങ്ങളിലും വികസിപ്പിക്കാനായിരുന്നു. 6ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 6ാം പഞ്ചവത്സര പദ്ധതി, 5ാം പഞ്ചവത്സര പദ്ധതി. 6 നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 1974 മുതൽ 78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 1974 മുതൽ 78 എന്ന് കാണുമ്പോൾ നമ്മൾ എണ്ണി നോക്കും. 74, 75, 76, 77, 78 അല്ലേ? ഇവിടെ എന്തൊരു 79 വരെ ആയിരുന്നു ശരിക്കും ഈ പഞ്ചവത്സര പദ്ധതി വന്നത്. പക്ഷേ എന്തായില്ല, ഇത് പൂർത്തിയാക്കാത്തൊരു പദ്ധതിയായിരുന്നു. ഇത് 78 ആയപ്പോഴേക്കും നിന്നു. എന്നിട്ട് എന്ത് വന്നു? 1978, 79 കാലഘട്ടങ്ങളിൽ എന്ത് വന്നു? റോളിംഗ് പ്ലാൻ വന്നു. ഈ സമയത്താണ് റോളിംഗ് പ്ലാൻ വരുന്നത്. റോളിംഗ് പ്ലാൻ. അപ്പോൾ എന്ത് ചെയ്തു? പൂർത്തീകരിക്കാത്തൊരു പദ്ധതിയാണ് ഈ പറയുന്ന കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. ഗരീബി ഘടാവോ പദ്ധതിയാണ്. ഇത് ശരിയാണ്. അപ്പോൾ ഇതും ശരിയാണ്. ഇൻ്റർനാഷണൽ ഹൈവേ ആരംഭിക്കുന്നത് ഈ 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. സോ ഓപ്ഷൻ D ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പിന്നെ ഇതിലാണ് ഈ ഒരു സമയത്താണ് എന്ത് വന്നത്? ആര്യഭട്ട വിക്ഷേപിക്കുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. അതേപോലെ 1975 ഒക്ടോബർ 2 എന്താണ്? ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് സ്കീം വരുന്നത് 1975 ഒക്ടോബർ 2. ഇതൊക്കെ 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. 91 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ 91 സാമ്പത്തിക പരിഷ്കരണം, പുത്തൻ സാമ്പത്തിക നയം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. അങ്ങനെ ശരിക്കും നമ്മൾ 2 ആയിട്ടാണ്, ഒന്ന് ഹ്രസ്വവും ഒന്ന് ദീർഘവുമായിട്ട്. ഇനി സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. ഇത് ശരിയാണ്. ഈ ഘടനാപരമായ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദീർഘകാല നടപടിയാണ്. ഉദാരീകരണത്തിൻ്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രണങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നു. പണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അത് കുറച്ചു എന്നേ ഉള്ളൂ, അല്ലാണ്ട് അവസാനിപ്പിക്കുന്നില്ല. സോ 3 എന്താണ്? തെറ്റാണ്. സോ ആൻസർ വരുന്നത് 1, 2 ശരി, 3 തെറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തതാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ്. ശരിയാണ്. വാണിജ്യ ബാങ്ക് എന്നറിയപ്പെടുന്ന SBI ആണ്. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. ഇനി അടുത്തേത് പുതുതലമുറ ബാങ്കാണ്. ICICI എന്ന് പറയുന്നത് സഹകരണ ബാങ്കാണ്. LIC സഹകരണ ബാങ്കാണോ? അല്ല. LIC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാങ്കിങ് ഇതര ഒരു സ്ഥാപനമാണ് LIC എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്.
ചില ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്കണോമിക്സ് 5 മാർക്കാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് 7 മാർക്ക് 8 മാർക്കൊക്കെ വരെ നമ്മൾ എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗതാഗതം എന്ന് പറയുന്നത് ശരിക്കും ഒരു സേവന മേഖലയല്ലേ? അപ്പോൾ അത് ഏതായിരിക്കും? അത് തൃതീയ മേഖല അഥവാ സേവന മേഖല. മത്സ്യബന്ധനം നമ്മൾ എന്താണ് പ്രകൃതി വിഭവങ്ങൾ ഡയറക്റ്റായിട്ട് എടുക്കുന്നതിനെയാണ് പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല എന്നൊക്കെ പറയുന്നത്. സോ മത്സ്യബന്ധനം എന്താണ്? ഒരു പ്രാഥമിക മേഖലയാണ്. നിർമ്മാണം എന്ന് പറയുന്നത് ഒരു ദ്വിതീയ മേഖലയാണ്. സോ ഒന്നെന്ന് പറയുന്നത് സി ആണ്. ഇവിടെ ഇതിൽ ഏതെങ്കിലും 1-2 അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ? 1 സി. ഗതാഗതം ഒരു തൃതീയ മേഖലയാണ്, സേവന മേഖലയാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. നീതി ആയോഗിനെ പറ്റിയുള്ള കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി. ശരിയാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആണോ? അല്ല. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. സോ നമുക്കിവിടെ ആൻസർ വേണ്ടത് ഓപ്ഷൻ ബി ആണ്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ പ്രധാന ഉദ്ദേശമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. അപ്പോൾ ഈ 2 പോയിന്റും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ അരി ഉൽപ്പാദനത്തിൽ ആദ്യ 3 സ്ഥാനം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് പഠിക്കേണ്ട, നമുക്കിത് നോക്കാം. ആദ്യ 3 സ്ഥാനം ഏതിനൊക്കെയാണ്? തെലങ്കാന, UP, വെസ്റ്റ് ബംഗാൾ. ഇതാണ് അരി ഉൽപ്പാദനത്തിൽ ആദ്യത്തെ 3 സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിന്ന് പറഞ്ഞു വരുമ്പോഴേക്കും വീഡിയോ ഒത്തിരി ലെങ്ത് ആയിട്ട് പോകുന്നു. അടുത്തൊരു വീഡിയോ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്